Hello dear children, welcome back to English class. Today we are going to start the second term of English textbook. നമ്മൾ ഇന്ന് സെക്കൻഡ് ടേം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്റർ ഡ്രാഗൺ ഫീസ്റ്റ് എന്നൊരു പോമാണ്. Now let's go to the poem. Today we are going to study a poem titled Dragon Feast. ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫീസ്റ്റ് എന്നൊരു പോമാണ് പഠിക്കാൻ പോകുന്നത്. ഡു യു നോ വാട്ട് ഈസ് ഡ്രാഗൺ? ഡ്രാഗൺ എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണെന്ന് അറിയാമോ? ഡ്രാഗൺ ഈസ് ആൻ ഇമാജിനറി ക്രീച്ചർ. ഒരു ഭാവനയിൽ ഉണ്ടാക്കിയ ഒരു ക്രീച്ചറാണ് ഡ്രാഗൺ. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദിസ് ഈസ് ഡ്രാഗൺ. ഇതൊരു ഡ്രാഗൺ ആണ്. ലുക്ക് അറ്റ് ദിസ്. ഇറ്റ് ഹാസ് വിങ്സ്. ചെറിയ ചിറകുകളുണ്ട്. ഇറ്റ് ഹാസ് സ്മോൾ വിങ്സ്, റൈറ്റ്? ആൻഡ് ഇറ്റ് ഹാസ് എ ടെയിൽ. ഡ്രാഗൺ ഒരു ടെയിലുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് വിങ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഹോൺസ്, കൊമ്പുകളും ഉണ്ട്. ഡ്രാഗൺ ഈസ് ആൻ ഇമാജിനറി ക്രീച്ചർ. ഇറ്റ് ക്യാൻ ബ്ലോ ഫയർ ഫ്രം ഇറ്റ്സ് മൗത്ത്. ഇപ്പോൾ പറയുന്നത് എന്താണ്? ഡ്രാഗണിന് വായിൽ നിന്ന് തീ തുപ്പാൻ കഴിയും. ഇറ്റ് ക്യാൻ ബ്ലോ ഫയർ ഫ്രം ഇറ്റ്സ് മൗത്ത്. വായിൽ നിന്ന് തീ തുപ്പാൻ ഡ്രാഗണിന് കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. ഡ്രാഗൺ ഈസ് ആൻ ഇമാജിനറി ക്രീച്ചർ. ഇറ്റ് ഈസ് നോട്ട് റിയൽ. ഡ്രാഗൺ ഒരു റിയലായിട്ടുള്ള ഒരു ക്രീച്ചർ അല്ല കേട്ടോ. അത് ഇമാജിനറിയാണ്. ഒരു ഭാവനയിൽ ഉണ്ടാക്കിയ ഒരു ക്രീച്ചറാണ് ഈ ഡ്രാഗൺ എന്നത്. എന്താണ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫീസ്റ്റ്? ഫീസ്റ്റ് ഈസ് എ വെരി ലാർജ് മീൽ. ഒരു ഭയങ്കര ഒരുപാട് ഭക്ഷണം, ഒരു വലിയ ഭക്ഷണമാണ് നമ്മൾ ഫീസ്റ്റ് എന്ന് പറയാം. സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും അല്ലേ? സദ്യയൊക്കെ പോലെ വലിയ ഭക്ഷണം ഉണ്ടാക്കും. ലാർജ് മീൽ, അതാണ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദ പോം ഈസ് അബൌട്ട് എ ഡ്രാഗൺ. ഒരു ഡ്രാഗണിനെ കുറിച്ചാണ് ഈ പോം. നൗ വി ക്യാൻ റീഡ് ദ പോം. If you want to feed a dragon, start with something hot. Spicy prawns in Vindaloo, the fiercest that you have got. They like all kinds of fairy food. Red hot chilies, pickled limes, sausages in mustard, peppered crab, with tossed burnt 14 times. Follow this with deep fried mango in a burnt vinegar sauce, and some of the very strongest mince to finish with, of course. So this is the poem. Now we can read the first 4 lines. If you want to feed a dragon, if you want to feed a dragon, start with something hot. നിങ്ങൾക്ക് ഒരു ഡ്രാഗണിനെ ഫീഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഡ്രാഗണിന് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സ്റ്റാർട്ട് വിത്ത് സംതിങ് ഹോട്ട്. ഇവിടെ ഹോട്ട് എന്ന് പറഞ്ഞാൽ സ്പൈസി എന്നാണ് അർത്ഥം. സ്പൈസി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ളത്. അപ്പോൾ ഇവിടെ ഹോട്ട് എന്ന് പറഞ്ഞാൽ സ്പൈസി എന്നാണ് മീനിങ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രാഗണിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്പൈസി ഫുഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യൂ. ഏതൊക്കെ ഫുഡ്സാണ് പറയുന്നത്? സ്പൈസി പ്രോൺസ് ഇൻ വിൻഡലൂ. വിൻഡലൂ മീൻസ് എ കറി. ഒരു സ്പൈസി കറിയാണ് വിൻഡലൂ. ഇറ്റ് ഈസ് പോപ്പുലർ ഇൻ ഗോവ. ഗോവയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പൈസി കറിയാണ് വിൻഡലൂ. സോ സ്റ്റാർട്ട് വിത്ത് സ്പൈസി പ്രോൺസ് ഇൻ വിൻഡലൂ. പ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ കൊണ്ടുള്ള കറി, ചെമ്മീൻ വിൻഡലൂ, പ്രോൺസ് വിൻഡലൂ ആണ് ഇവിടെ പറയുന്നത്. സോ സ്പൈസി പ്രോൺസ് ഇൻ വിൻഡലൂ. ദ ഫിയർസസ്റ്റ് ദാറ്റ് യു ഹാവ് ഗോട്ട്. ഫിയർസസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയർസസ്റ്റ് മീൻസ് സ്പൈസിയസ്റ്റ്. നല്ല എരിവുള്ളത്, നല്ല സ്പൈസി ആയിട്ട് നല്ല എരിവുള്ള ഒരു ഫുഡാണ് എന്ത്? സ്പൈസി പ്രോൺസ് വിൻഡലൂ. പ്രോൺസ് വിൻഡലൂ ഒരു സ്പൈസി ഫുഡാണ്. ദേ ലൈക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ഫെയറി ഫുഡ്. ഫെയറി എന്ന് പറഞ്ഞാൽ സ്പൈസിയസ്റ്റ്, നല്ല വെരി സ്പൈസി, നല്ല എരിവുള്ളതാണ് ഫെയറി. അപ്പോൾ ഡ്രാഗൺസ് ലൈക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ഫെയറി ഫുഡ്. ഡ്രാഗൺസിന് എല്ലാ തരത്തിലുള്ള എരിവുള്ള ഭക്ഷണങ്ങളും ഇഷ്ടമാണ്. ദേ ലൈക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ഫെയറി ഫുഡ്. ഏതൊക്കെയാണെന്ന് പറയുന്നത്? റെഡ് ഹോട്ട് ചില്ലീസ്, pickled limes, sausages in mustard, pepper crab
with tossed burned 14 times. അപ്പോൾ ഇതൊക്കെ ചില ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. നൗ ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചർ നിങ്ങൾ നോക്കൂ. ഇതാണല്ലേ ചെമ്മീൻ. സോ ദിസ് ഈസ് പ്രോൺസ് വിന്തലു. ഇതെന്താണ്? പ്രോൺസ് വിന്തലു ആണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്ന ഏത് ഫുഡിനെ കുറിച്ചാണ്? റെഡ് ഹോട്ട് ചില്ലീസ്. നൗ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. റെഡ് ഹോട്ട് ചില്ലീസ്. അപ്പോൾ ചില്ലീസ് നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലീസാണിത്. പിക്കിൾഡ് ലൈംസ്. പിക്കിൾ എന്ന് പറയുന്നത് അച്ചാർ. ലൈംസ് എന്താണ്? നാരങ്ങ. അപ്പോൾ ഇതെന്താ? ഈ ജാറിൽ എന്താ ഉള്ളത്? ലൈം പിക്കിളാണ് അല്ലേ? നാരങ്ങ അച്ചാറാണ് ഇതിലുള്ളത്. സോ പിക്കിൾഡ് ലൈംസ്, റെഡ് ഹോട്ട് ചില്ലീസ്, ദെൻ സോസേജസ് ഇൻ മസ്റ്റാർഡ്. അപ്പോൾ ഇതാണ് സോസേജസ്. അതായത് സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ഫുഡ് ഐറ്റമാണ് സോസേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് മസ്റ്റാർഡ് സോസേജ് ആണ്. ആൻഡ് ദെൻ പെപ്പേർഡ് ക്രാബ്. ക്രാബ് എന്താണ്? ഞണ്ട് അല്ലേ? സോ പെപ്പർ, കുരുമുളകിലൊക്കെ ഇട്ട് വറുത്ത ഒരു ക്രാബാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെയോ ടോസ്റ്റ് ബേൺ 14 ടൈംസ്. 14 ടൈംസ് ബേൺ ചെയ്തിട്ടുള്ള ടോസ്റ്റാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് പറഞ്ഞത്? ദേ ലൈക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ഫെയറി ഫുഡ്. അവർക്ക് എല്ലാ തരത്തിലുള്ള സ്പൈസി ഫുഡും ഇഷ്ടമാണ്. ഏതൊക്കെ ഫുഡാണ് മെൻഷൻ ചെയ്യുന്നത്? റെഡ് ഹോട്ട് ചില്ലീസ്, പിക്കിൾഡ് ലൈംസ്, സോസേജസ് ഇൻ മസ്റ്റാർഡ്, പെപ്പേർഡ് ക്രാബ് വിത്ത് ടോസ്റ്റ് ബേൺഡ് 14 ടൈംസ്. ഓക്കെ, ഫോളോ ദിസ് വിത്ത് ഡീപ്പ് ഫ്രൈഡ് മാംഗോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ കൊടുക്കേണ്ടത്? ഡീപ്പ് ഫ്രൈഡ് മാംഗോ ഇൻ എ ബേൺഡ് വിനെഗർ സോസ്. അപ്പോൾ ഡീപ്പ് ഫ്രൈഡ് മാംഗോ ഇവിടെ കാണാം അല്ലേ? മാംഗോ. അപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത മാംഗോ ഇൻ എ ബേൺഡ് വിനെഗർ സോസ്. അപ്പോൾ ഇതും കൂടി ഇത് കഴിഞ്ഞിട്ട് കൊടുക്കണം. ആൻഡ് സം ഓഫ് ദ വെരി സ്ട്രോങ്ങസ്റ്റ് മീൻസ് ടു ഫിനിഷ് വിത്ത് ഓഫ് കോഴ്സ്. അപ്പോൾ ഈ ഫീസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട എന്തും കൂടി വെച്ചിട്ടാണ്? നല്ല സ്ട്രോങ്ങസ്റ്റ് മിൻറ്റ് ലീവ്സ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് ലീവ്സ് അല്ലേ? ഇതാണ് എന്ത്? മിൻറ്റ് ലീവ്സ്. അപ്പം മിൻറ്റ് ലീവ്സ് കഴിച്ചിട്ട് ഇത് എന്ത് ചെയ്യണം? എൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫീസ്റ്റ് നമ്മൾ എൻഡ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? മിൻറ്റ് ലീവ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത് വെച്ചാൽ പ്രോൺസ് വിൻഡലു, ദെൻ റെഡ് ഹോട്ട് ചില്ലീസ്, പിക്കിൾഡ് ലൈംസ്, sausages in mustard, peppered crab with toast burned 14 times. Then deep fried mango in a burned vinegar sauce. And at last we have to feed the dragon with strongest mint leaves. Okay, so the poem explains how to feed a dragon. So this is an imaginary poem about an imaginary creature dragon. അപ്പോൾ ഒരു ഡ്രാഗൺ എന്നത് ഒരു ഇമാജിനറി ക്രീച്ചറാണല്ലേ? അപ്പോൾ നമുക്ക് ഒരു ഡ്രാഗണിന് ഫീഡ് ചെയ്യേണ്ടി വന്നാൽ, ഡ്രാഗണിന് ഭക്ഷണം കൊടുക്കേണ്ടി വന്നാൽ ഹൗ ടു ഫീഡ് എ ഡ്രാഗൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ഫീഡ് എ ഡ്രാഗൺ അല്ലേ? അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഡ്രാഗണിന് കൊടുക്കേണ്ടതെന്നാണ് ഈ പോം പറയുന്നത്. ഹു ഇസ് ദ പോയിറ്റ്? മൊയ്റ ആൻഡ്രൂ. സോ the poem is written by Moira Andrew. Okay. Now we can go to the works. A. Complete these sentences about the poem. So there are 2 sentences. We have to complete the sentences. First one, if you want to feed a dragon, give them hot, spicy food because dragons dash. ഇഫ് യു വാണ്ട് ടു ഫീഡ് എ ഡ്രാഗൺ, നിങ്ങൾക്കൊരു ഡ്രാഗണിന് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗീവ് ദം ഹോട്ട് സ്പൈസി ഫുഡ്. ബിക്കോസ് എന്തുകൊണ്ടാണ് സ്പൈസി ഫുഡ് കൊടുക്കുന്നത്? ബിക്കോസ് ഡ്രാഗൺ ലൈക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ഫിയേഴ്സി ഫുഡ്. ബിക്കോസ് ഡ്രാഗൺസ് ലൈക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ഫിയേഴ്സി ഫുഡ്. സെക്കൻഡ് വൺ, ഡ്രാഗൺസ് ലൈക്ക് ടു ഫിനിഷ് ദെയർ മീൽ ഡാഷ്. ഡ്രാഗൺസ് like to finish their meals with some of very strongest mints. Dragons like to finish their meal with some of very strongest mints. Okay, so please fill in the blanks. Now we can go to B section. What do dragons like? Match the columns. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കുറച്ച്
ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ സ്പൈസി പ്രോൺസ്, സെക്കൻഡ് വൺ റെഡ് ഹോട്ട്, തേർഡ് വൺ പിക്കിൾഡ്, ഫോർത്ത് സോസേജസ്, ഫിഫ്ത്ത് വൺ പെപ്പേർഡ്, സിക്സ്ത് വൺ ഡീപ്പ് ഫ്രൈഡ്. In the next column, A in mustard, B mango, C chilies, D crab, E in vindaloo, F limes. So you have to match the two columns. Okay, ഈ രണ്ട് കോളംസ് തമ്മിൽ മാച്ച് ചെയ്യണം. Okay, now we can go to C section. Find words in the poem that rhyme with these words. അപ്പോൾ ഈ വാക്കുകൾക്ക് റൈമായിട്ട് വരുന്ന വേർഡ്സ് ഈ പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. എ ഹോട്ട്, അപ്പോൾ ട് എന്നുള്ള അവസാനിക്കുന്ന വേർഡ് നിങ്ങൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വൺ ബി ലൈംസ്, അപ്പോൾ ലൈംസ് എന്ന് എൻഡ് ചെയ്യുന്ന വേർഡ് കണ്ടുപിടിക്കണം. സി സോസ്, സോസ് എന്ന് എൻഡ് ചെയ്യുന്ന അതുപോലെ എൻഡ് ചെയ്യുന്ന വേർഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പോയത്തിൽ നിന്ന് ഈ വേർഡ്സിന് റൈം ആയിട്ട് വരുന്ന വേർഡ്സ് കണ്ടുപിടിക്കണം. ഓക്കെ. ഡി സെക്ഷൻ, വർക്ക് വിത്ത് എ പാർട്ട്ണർ. റൈറ്റ് എ വേർഡ് ഓഫ് യുവർ ചോയ്സ് ടു റൈം വിത്ത് ദീസ് വേർഡ്സ് ഫ്രം ദ പോം. അപ്പോൾ ഈ വേർഡ്സ് ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് പോയത്തിൽ നിന്നുള്ള വേർഡ്സാണ്. അപ്പോൾ അതിൽ നിങ്ങൾ സ്വന്തമായിട്ട് റൈം വേർഡ്സ് കണ്ടുപിടിക്കണം. ഓക്കെ. സെക്ഷൻ ഇ, വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ് ആൻഡ് മീനിങ്സ് ആർ കോൾഡ് ഹോമോഫോൺസ്. അപ്പോൾ ഈ ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം സൗണ്ട്, സെയിം പ്രൊനൗൺസിയേഷനുള്ള വേർഡ്സാണ്. ആ വാക്കുകൾ ഉച്ചരിക്കുക ഒരേപോലെയാണ്, ബട്ട് ദ സ്പെല്ലിങ്സ് ആർ ഡിഫറെൻറ്റ്. സ്പെല്ലിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ട് വേർഡ്സ് അവയുടെ സ്പെല്ലിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ അവയെ വായിക്കുന്നത് ഒരുപോലെയായിരിക്കും. അത്തരം വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹോമോഫോൺസ് എന്ന് പറയാം. ഹോമോഫോൺസ് ആർ ദ വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ് ആൻഡ് മീനിങ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അത്തരം വേർഡ്സിനെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയാം. റൈറ്റ് ഡൗൺ ദ ഹോമോഫോൺസ് ഓഫ് ദീസ് വേർഡ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അവയുടെ ഹോമോഫോൺസ് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ വുഡ്. അപ്പം ഞാനിത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല. വുഡ് എന്നതിൻ്റെ ഒരു ഹോമോഫോണാണ് WOULD, വുഡ്. ഓക്കെ. സെക്കൻഡ് വൺ നീഡ്, KNEAD, need. So homophone is need, NEED, need. Okay. Third one whole, HOLE, whole, WHOLE, whole. Okay. Fourth one eight, 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 eight. So the homophone is eight, ATE, eight. Okay. Fifth one, 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 and the homophone is one, WON, WON. So the spellings are different, but the pronunciation is same. Okay. Sixth one, not, KNOT, not, and the homophone is NOT, not. Okay. So please fill in the blanks. Okay. Section F is to read the poem. Okay, now we can go to section G. What kind of food do you like to eat? Tell the class about a few of your favorite dishes. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കാൻ ഇഷ്ടം, അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് പറഞ്ഞത്. Now you have to write about the favorite food. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതണം. Okay. Now we can move to section H. Look at these pictures of imaginary creatures and read their descriptions below. Write the correct numbers on the blanks to match the names of the creatures with their descriptions. Now we have some pictures. These pictures are of imaginary creatures. അപ്പോൾ ഡിഫറെൻറ്റ് ഇമാജിനറി ക്രീച്ചേഴ്സിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻസിനെ നമ്മൾ ഈ ചിത്രങ്ങൾ വെച്ച് മാച്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ചിത്രങ്ങൾ ആരുടെയൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെർമെയ്ഡ്. നമ്മൾ മെർമെയ്ഡ് എന്നുള്ള വായിക്കുക, 6 സൈലൻ്റ് ആണ്, അതുകൊണ്ട് മെർമെയ്ഡ്. ഓക്കെ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇറ്റ് ഹാസ് ടെയിൽ ലൈക്ക് ഫിഷ്. ഫിഷിനെ പോലെ ടെയിൽ ഉണ്ടല്ലേ മെർമെയ്ഡിന്. ഓക്കെ. നൗ വി ക്യാൻ ഗോ ടു സെക്കൻഡ് പിക്ചർ. ഫോൺ. It has
എ ടെയിൽ, അതിനും ടെയിലുണ്ട്. പിന്നെന്താ ഉള്ളത്? ഇറ്റ് ഹാസ് ഹോൺസ്, കൊമ്പുകളും ഉണ്ടല്ലേ. ഓക്കെ. തേർഡ് വൺ ഫെയറി. ഫെയറി, അതിന് നോക്കൂ ചിറകുകളുണ്ട്. ഇറ്റ് ഹാസ് വിങ്സ് ആൻഡ് ഇറ്റ് ഈസ് വെരി ക്യൂട്ട് അല്ലേ. ഫോർത്ത് വൺ ഡ്രാഗൺ. വി ഓൾറെഡി ടോക്ക്ഡ് അബൌട്ട് ഡ്രാഗൺ. ഇറ്റ് ഹാസ് വിങ്സ് ആൻഡ് ഇറ്റ് ഹാസ് ഹോൺസ് ആൻഡ് ഇറ്റ് ക്യാൻ ബ്ലോ ഫയർ ഫ്രം ഇറ്റ്സ് മൗത്ത് അല്ലേ. ഓക്കെ. ഫിഫ്ത്ത് വൺ എൽഫ്. എൽഫ് നോക്കൂ, ഇറ്റ് ലുക്സ് ലൈക്ക് എ മാൻ അല്ലേ, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയാണ് കാണാൻ അല്ലേ. സിക്സ്ത് വൺ ഫീനിക്സ്. ഓക്കെ, ഫീനിക്സ്, നമ്മൾ ഫോണിക്സ് എന്നല്ല വായിക്കുക, ഫീനിക്സ് എന്നാണ് വായിക്കുക. ഇറ്റ് ലുക്സ് ലൈക്ക് എ ബേർഡ്, ഒരു പക്ഷിയെ പോലെയല്ലേ കാണാൻ. ഓക്കെ. നൗ വി ക്യാൻ റീഡ് ദ ഡിസ്ക്രിപ്ഷൻസ്. ഓക്കെ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ഹ്യൂജ് ബേർഡ് like an eagle that never dies. Which picture will be that? Yes, sixth one അല്ലേ. It is a huge bird like an eagle. ഒരു ബേർഡിനെ പോലെയാണല്ലോ അത് കാണാൻ. And it never dies. Okay, phoenix. ഇതൊക്കെ ഇമാജിനറി ക്രീച്ചേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും മരിക്കില്ല എന്ന് പറയുന്നൊരു പക്ഷിയാണ് ഫീനിക്സ്. Second one, it lives in water. It has the upper body and head of a human and the tail of a fish. It lives in water. It has upper body and head of a human. Upper bodyയും തലയും ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയാണ്. ടെയില് ഒരു ഫിഷിനെ പോലെയാണ്. ഏതാണ്? യെസ്, ഫസ്റ്റ് വൺ, മെർമെയ്ഡ് അല്ലേ. Then it is a large reptile-like creature with wings said to blow fire from its mouth. Which is that? Yes, dragon. Dragon is a large reptile-like creature with wings said to blow fire from its mouth. Then next one, it is a creature that has human form but the legs and horns of a goat. അപ്പോൾ ഹ്യൂമൻ ഫോമിലാണ് കാണാൻ, പക്ഷേ കാലുകളും പിന്നെ കൊമ്പും ഒരു ആടിനെ പോലെയാണുള്ളത്. ഏതാണ്? സെക്കൻഡ് വൺ, ഫോൺ അല്ല. അതിൻ്റെ കാലുകൾ നോക്കൂ, ഒരു ഗോട്ട്, ആടിനെ പോലെയാണ് അതിൻ്റെ കാലുകൾ അല്ലേ. വാലും ഉണ്ട്, കാലുകളും ഉണ്ട്. പിന്നെ തലയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊമ്പുകളുണ്ട്, ഹോൺസ് ഉണ്ടെന്നല്ലേ. അപ്പോൾ ഫോണാണ് അത്. ഓക്കെ. സോ സെക്കൻഡ്, ഇറ്റ് ഈസ് എ ക്രീച്ചർ ദാറ്റ് ഹാസ് ഹ്യൂമൻ ഫോം ബട്ട് ലെഗ്സ് ആൻഡ് ഹോൺസ് ആർ ഓഫ് എ ഗോട്ട് അല്ലേ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സ്മോൾ ക്രീച്ചർ വിത്ത് വിങ്സ്. It has magical powers and sometimes carries a wand. അപ്പോൾ ഏതാണ്? യെസ്, തേർഡ് വൺ, ഫെയറി അല്ലേ. ഓക്കെ. നൗ ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഹാസ് എ ഹ്യൂമൻ ഫോം വിത്ത് പോയിൻറ്റഡ് ഇയേഴ്സ്. ഇറ്റ് ഹാസ് മാജിക്കൽ പവേഴ്സ് ആൻഡ് ഈസ് മിസ്ചീവിയസ്. മിസ്ചീവിയസ് എന്ന് പറഞ്ഞാൽ ഒരു കുസൃതി, ഭയങ്കര വികൃതിയായിട്ടുള്ള ഒരാളാണ്. അത് ഹ്യൂമൻ ഫോമിലാണുള്ളത്. ചെവികൾ പോയിൻറ്റഡ് ആണ്, ചെവി ഇങ്ങനെ കൂർത്തിട്ടാണുള്ളത്. മാജിക്കൽ പവേഴ്സ് ഉണ്ട്. ഏതാണ്? ഫിഫ്ത്ത് വൺ അല്ലേ, എൽഫ്. സോ പ്ലീസ് ഡു ദി ഹോംവർക്സ് ആൻഡ് സെൻഡ് ദം ടു മീ. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.